ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളൊന്ന് ഭയങ്കര ഓട്ടത്തിലായിരുന്നു. തിരുവോണത്തിന് തലേന്നാണ് ഇപ്രാവശ്യം ഡ്രസ്സ് എടുത്തത്. സാധാരണ അതിന് മുമ്പൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അതിന് കാരണം ഉണ്ട് കേട്ടോ. നാത്തൂൻ്റെ കുട്ടി ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു 5-6 ദിവസമായിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഓണക്കോടി കൊടുത്ത്, വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ആദ്യത്തെ മോളുടെ ആദ്യത്തെ ഓണായതുകൊണ്ട് ഈ ഓണക്കോടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനത്തെ കസവിൻ്റെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ആദ്യമായിട്ട് ഇടാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലുണ്ട് ഞങ്ങൾ. ഓളാണെങ്കിൽ വീഡിയോയും ഫോണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്തോ അന്ത എല്ലാവർക്കും ഓണക്കോടി കൊടുത്തിട്ട് വീഡിയോ എടുക്കായതുകൊണ്ട് എല്ലാവരും ഭയങ്കര കുറവിലായിരുന്നു. വലിയ നാത്തൂനും ചെറിയ നാത്തൂനും പിന്നെ ഏട്ടനുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. അമ്മയ്ക്ക് പ്രാവശ്യം കോടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് പ്രാവശ്യം ഓണം ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ അച്ഛനെടുത്ത ഷർട്ട്. അച്ഛവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. ഇനി വീട്ടിൽ നിന്ന് കൊടുക്കാം. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത് കുട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇത് ഉത്രാടത്തിൻ്റെ അന്നട്ടൊന്നും ഞങ്ങൾ കാര്യമായിട്ട് സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഞാനും ഏട്ടനും കൂടെ ഞങ്ങളെ വീടിന് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടനും കൂടെ അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നതിന് ശേഷം പരിചയമുള്ള കുറേ പേരെ കണ്ടു. ഇങ്ങനെ ഓണാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സിനെ കണ്ടു. അതിനുശേഷം വേറൊരു അമ്പലത്തിലും കൂടെ പോയിട്ട്, കുറ്റാളൂർ എന്ന് പറയും. അവിടെ വെച്ചും കൂടെ പഠിച്ച ഒരാളെ കണ്ടു കേട്ടോ. അവളുടെ കസിൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര കുറവായിരുന്നു. പിന്നെ അത് മാറി ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഓരോ ഫോട്ടോസൊക്കെ എടുത്തെടുത്തു. കുറേ കാലമായിട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. അമ്പലത്തിൽ ചായ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കണ അമ്മമ്മ അതും കൂടെ കഴിച്ചിട്ട് പോയിക്കോ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അനിയത്തിനെയും അമ്മൂനെയും ഒക്കെ കണ്ടു. ഞങ്ങളെ വീട്ടിൽ ഇവരെല്ലാവരും കൂടിയാണ് പൂക്കളിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ വീട്ടിലെ പൂക്കളം. ഉച്ചക്കായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല. ഇതൊന്നും ഇവിടെ പിറന്നാളും കൂടിയാണ് ചെറിയ നാത്തൂൻ്റെ. അപ്പോൾ കുറച്ച് സദ്യയിൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായപ്പോഴത്തേക്ക് വലിയ നാത്തൂനും അവളുടെ ഹസ്ബൻഡും കുട്ടിയും വേദമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കഴിക്കണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ തരാത്തെന്നാണ് ഈ ഉണ്ട കണ്ണ് വലുതാക്കി നോക്കണത്. ചോറ് കൊടുക്കാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങൾക്ക് സദ്യ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. രാത്രിയായപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് നബിദിനത്തിൻ്റെ ഡെക്കറേഷൻസ് അന്ന് കാണുന്നത് നല്ല രസമല്ലേ കാണാൻ. പിന്നെ സ്മാർട്ട് പോയിന്റ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.